പ്രിയപ്പെട്ടവരെ, കർക്കിടക മാസം എന്ന് പറയുന്നത് സവിശേഷതകൾ ഏറെയുള്ള മാസമാണ്. ഈ മാസത്തിൽ നടത്തപ്പെടുന്ന പൂജാ വഴിപാടുകളെല്ലാം തന്നെ വളരെയധികം ശക്തിമത്തായിട്ട് മാറാറുണ്ട്. കർക്കിടക മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും നിലവിളക്ക് തെളിയിച്ച് രാമായണം പാരായണം ചെയ്യാറുണ്ട്, മറ്റ് പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഈ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസം നിലവിളക്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ രണ്ട് വസ്തുക്കൾ, നിങ്ങളുടെ അടുക്കളയിലുള്ള ഈ രണ്ട് വസ്തുക്കൾ കൂടി ചേർത്തിട്ട് നിങ്ങൾ വിളക്ക് തെളിയിച്ച് ഞാൻ ഇനി പറയുന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ജീവിത മാറ്റങ്ങളായിരിക്കും കൈവരാൻ പോകുന്നത്. ധനപരമായിട്ട് കുറേയധികം ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആ ക്ലേശങ്ങൾ കുറച്ചു കൊണ്ടുവരാനും, കടം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആ കടബാധ്യത കുറച്ചു കൊണ്ടുവരാനും, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ക്ലേശങ്ങൾ കുറച്ചു കൊണ്ടുവരാനൊക്കെ വളരെ ഗുണപരമായിട്ടുള്ള കാര്യമാണ്. കർക്കിടക മാസത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും, പണ്ടുള്ള മുത്തശ്ശിമാരും മറ്റുമൊക്കെ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ലക്ഷ്മി സുവർണ ഭാവത്തിൽ കുടികൊള്ളാൻ വേണ്ടിയിട്ടാണ്. സുവർണ ലക്ഷ്മി പൂജ എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരുക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പൂജ കഴിപ്പിക്കും. പക്ഷെ ഇന്ന് ആ പൂജാ വിധാനങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ തന്നെ വലിയ നേട്ടം ഉണ്ടാകും. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കർക്കിടക മാസത്തിൽ നമ്മൾ നിലവിളക്കിനോടൊപ്പം ഈ രണ്ട് വസ്തുക്കൾ ചേർക്കണമെന്ന് പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാണെന്ന് അറിയുമോ? ഒന്ന് മഞ്ഞൾ, ഒന്ന് ഉപ്പ്. 3 പരല് ഉപ്പ്, ചെറിയ പരലുപ്പില്ലേ, അത് 3 പരല് എടുത്ത് കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഇനി ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാളത്തിലുണ്ടല്ലോ, നിലവിളക്കിൻ്റെ നാളത്തിൽ ലക്ഷ്മി ഭഗവതി കുടിയേറുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അതിന് സുവർണ ലക്ഷ്മി എന്നാണ് പറയണത്. സ്വർണ്ണവർണ്ണമായിട്ടുള്ള ലക്ഷ്മി. ലക്ഷ്മിയുടെ ചിത്രം നമുക്കറിയാമല്ലോ, മഹാലക്ഷ്മി ഇരിക്കുന്നത് താമരപ്പൂവിതളിൽ ഭഗവതി ഇരിക്കുന്നത് നമുക്കറിയാം. അതിനെ സ്വർണ്ണവർണ്ണമായിട്ടുള്ള രീതിയിൽ വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. അപ്പം ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ കിഴക്കോട്ട് നോക്കിയിരിക്കണം. നിലവിളക്ക് തെളിയിച്ച് കിഴക്കോട്ട് നമ്മൾ നോക്കിയിരിക്കണം. വെറും നിലത്തിരിക്കരുത്. ഏതെങ്കിലും പലകയോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയോ എന്തെങ്കിലും ഇട്ട് നേരിട്ട് പൃഷ്ഠഭാഗം നിലത്ത് സ്പർശിക്കാതിരിക്കണം. അടിവസ്ത്രം ധരിച്ചിരിക്കണം. എന്നിട്ട് കൈകൂപ്പി നമ്മൾ പ്രാർത്ഥിക്കണം. നിലവിളക്ക് തെളിയിച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കണം. ഇത് രാവിലെ വേണമെങ്കിലും വൈകുന്നേരം വേണമെങ്കിലും ചെയ്യാം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ നാളത്തിൽ, ഈ നിലവിളക്കിൻ്റെ നാളം ഉണ്ടല്ലോ, കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമമാണ്. 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുകയെങ്കിൽ ഏറെ ഉത്തമമാണെന്ന് പറയാം. അപ്പോൾ ഈ നിലവിളക്കിൻ്റെ നാളത്തിൽ, നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന നാളത്തിൽ നമ്മൾ ഭഗവതിയുടെ ചൈതന്യത്തെ ഗ്രഹിക്കണം. അതായത് ആ നാളത്തിൽ ലക്ഷ്മി ഭഗവതി ഒരു സ്വർണ്ണവർണ്ണമാർന്ന നിറത്തിലേക്ക് വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. നമുക്കങ്ങനെ കാണാനൊന്നും പറ്റില്ല, നമ്മളങ്ങനെ സങ്കല്പിക്കണം. സങ്കല്പിച്ചിട്ട് ഈ മന്ത്രം 18 തവണ ജപിക്കണം. മന്ത്രം ഇങ്ങനെയാണ്, എഴുതി കാണിക്കാം. ഓം സുവർണലക്ഷ്മിയേ ധനദായിന്യേ ഹ്രീം നമഃ. മന്ത്രം ഒന്നുകൂടി. ഓം സുവർണലക്ഷ്മിയേ ധനദായിന്യേ ഹ്രീം നമഃ.
ഈ മന്ത്രം നമ്മൾ 18 ഉരു ജപിച്ചതിന് ശേഷം നമ്മൾ 3 പരലുപ്പ് ഒരല്പം മഞ്ഞളും കൂടെ ചേർത്ത് വച്ചിട്ടുണ്ട്. അത് നമ്മൾ വിളക്കിൻ്റെ ഈ നാളം കണ്ടില്ലേ, നാളത്തിൻ്റെ നേർത്താഴെ വിളക്കിൻ്റെ അടിത്തട്ടുണ്ടല്ലോ, അടിത്തട്ട്, ആ അടിത്തട്ടിൻ്റെ അവിടെ സമർപ്പിക്കണം. മന്ത്രം ജപിച്ച് കഴിഞ്ഞിട്ടാണ്, 18 ഉരു ജപിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് സമർപ്പിക്കേണ്ടത്. സമർപ്പിച്ചതിന് ശേഷം വിളക്കിൻ്റെ അടിത്തട്ടിലാണ്, വിളക്കിൻ്റെ താഴെയല്ല, അടിത്തട്ടിൽ. ഒരു വിളക്കിന് എന്തായാലും അടിത്തട്ടുണ്ടാവും, അവിടെയാണ് വെക്കേണ്ടത്. നിലവിളക്കിലാണ്, അല്ലാതെ ലക്ഷ്മി വിളക്കോ തൂക്കുവിളക്കോ ഒന്നുമല്ല വേണ്ടത്, നിലവിളക്കിൻ്റെ അടിത്തട്ടിൽ. നമ്മളിങ്ങനെ വച്ചല്ലോ, വച്ചതിന് ശേഷം അതിൽ തൊട്ട് ഓം ലക്ഷ്മി ഭഗവതി പാദ നമസ്കാരം എന്ന് ജപിക്കുകയും വേണം. ഓം ലക്ഷ്മി ഭഗവതി പാദ നമസ്കാരം. അത് സുവർണലക്ഷ്മിയായിട്ട് ഇരുത്തി ആ ലക്ഷ്മി ഭഗവതിയുടെ പാദത്തിൽ നമ്മൾ നമസ്കരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇത് വലിയൊരു കർമ്മമാണ്. ഇത് കഴിഞ്ഞിട്ട് രാവിലെ വരെ അത് അവിടെ ഇരുന്നോട്ടെ. നമ്മൾ വിളക്ക് തേച്ച് കഴിയുമ്പോൾ അത് ആ മഞ്ഞളൊക്കെ അങ്ങ് പൊയ്ക്കോളും. അല്ല വേറൊന്നും ചെയ്യേണ്ടതില്ല. രാത്രി വിളക്ക് തേച്ച് മെഴുക്കി വയ്ക്കുന്ന രീതിയാണെങ്കിൽ അതായിക്കോട്ടെ. ഇത് നമ്മൾ വിളക്ക് കെടുത്തുന്നത് വരെ അവിടെ ഉണ്ടാകണം എന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാ ചൊവ്വാഴ്ചകളിലും, കർക്കിടക മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്ന ലക്ഷ്മി ഭഗവതിയുടെ ആ കാരുണ്യം, കൃപാകടാക്ഷമെല്ലാം നിങ്ങളിലേക്ക് കൂടുതൽ വരുന്നതിന് കാരണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.